ഈ വീഡിയോയിൽ നമ്മളൊരു ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കമ്പനീസ് ആക്ട് 2013 പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഫോമാറ്റ് അനുസരിച്ചുള്ളൊരു വെർട്ടിക്കൽ ഫോം ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സൺറൈസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബാലൻസസ് ആണ് തന്നേക്കുന്നത്. അവർ ഓൾറെഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള റിമൈനിങ് ബാലൻസസ് ആണ് തന്നിരിക്കുന്നത്. അത് വെച്ചുകൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അതായത് അസറ്റ്സും ലയബിലിറ്റീസിൻ്റെയും ബാലൻസ് ആയിരിക്കും ഈ തന്നിരിക്കുന്ന ട്രയൽ ബാലൻസിൽ ഉണ്ടാവുക. അതിൽ നിന്നും അസറ്റും ലയബിലിറ്റീസും എല്ലാം എടുത്ത് കൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. So we are going to prepare the balance sheet of Sunrise Limited as on 31st March 2020. നമുക്ക് നോക്കാൻ തന്നിരിക്കുന്ന ബാലൻസസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് ഐറ്റം ഗിവൺ ടു യു ഇസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എൻ്റെ ബ്രാക്കറ്റിൽ എന്തോ എഴുതിയിട്ടുണ്ട് നോക്കാം. ഫുള്ളി പെയ്ഡ് ഷെയർസ് ഓഫ് ₹100 ഈച്ച്. കമ്പനി ഓൾറെഡി ഷെയർ ഇഷ്യൂ ചെയ്ത് ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര രൂപയുടെ ക്യാപിറ്റലാണ് അവർ റേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്? 8 lakh ക്യാപിറ്റലാണ്. ഷെയർ ക്യാപിറ്റൽ എത്ര മതി? കമ്പനി പ്രൊക്യൂർ ചെയ്ത ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഷെയർ ഇഷ്യൂ ചെയ്ത് പ്രൊക്യൂർ ചെയ്ത ക്യാപിറ്റൽ 8 lakh രൂപയാണ്. അതിൻ്റെ ഡീറ്റെയിലാണ് ഈ തന്നിരിക്കുന്നത്. ഒരു ഷെയറിന് 100 രൂപ വെച്ചിട്ടാണ് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. എങ്കിൽ എത്ര ഷെയർസ് കമ്പനി ഇഷ്യൂ ചെയ്ത് കാണും? 8 lakh rupees അവർക്ക് കിട്ടിയത്. ഒരു ഷെയറിന് 100 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കമ്പനി എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്ത് കാണും? എന്ത് ചെയ്താൽ മതി? 8 lakh divided by 100. Then you will get the number of shares issued by the company. എത്ര ഷെയർസ് ആയിരിക്കും ഇഷ്യൂ ചെയ്തത്? 8 lakh divided by 100 gives you 8,000. That means the company have issued 8,000 shares of ₹100 each and raised 8 lakh rupees as capital. കാരണം നമ്മൾ വർക്കിംഗ് നോട്ട് എഴുതാൻ നേരം ഈ ഡീറ്റെയിൽസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. നേരെ മറിച്ച് നമുക്ക് ഈ ഫുള്ളി പെയ്ഡിനൊന്നും തന്നിട്ടില്ലായിരുന്നെങ്കിൽ വർക്കിംഗ് ഒന്നും ചെയ്യേണ്ടായിരുന്നു. ഡയറക്റ്റ്ലി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് 8 lakh എഴുതാമായിരുന്നു. ഈ വർക്കിംഗ് തന്ന സ്ഥിതിക്ക് ഇങ്ങനൊരു ഇൻഫർമേഷൻ വർക്കിംഗ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ തന്ന സ്ഥിതിക്ക് നമ്മൾ ആ വർക്കിംഗ് നോട്ട് ചെയ്ത് ക്ലിയർ ആയിട്ട് കാണിക്കണം എങ്ങനെയാണ് ഈ 8 lakh rupees റേസ് ചെയ്തതെന്ന്. അതായത് 8,000 ഷെയർസ് എത്ര രൂപ വെച്ച് ഇഷ്യൂ ചെയ്തിട്ടാണ് 100 rupees വെച്ച് ഇഷ്യൂ ചെയ്താണ് ഈ 8 lakh rupees റേസ് ചെയ്തതെന്ന് നമ്മൾ കാണിക്കണം വർക്കിംഗ് നോട്ടിൽ. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എൻ അസെറ്റ്. നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നോൺ കറണ്ട് അസെറ്റ് ആണ്. നെക്സ്റ്റ് ഇസ് ഇൻവെൻട്രി, ദാറ്റ് ഇസ് കറണ്ട് അസെറ്റ്. നെക്സ്റ്റ് ഫിക്സ്ഡ് അസെറ്റ് അറ്റ് കോസ്റ്റ്. ദെൻ അൺസെക്യൂർഡ് ലോൺ ഫ്രം സബ്സിഡറീസ്, ഇറ്റ്സ് എ ലോങ് ടേം ബോറോയിങ്. ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് ലയബിലിറ്റിയിൽ വരുന്നതാണ്. ഷോർട്ട് ടേം പ്രൊവിഷനിലാണ് നമ്മളിത് സാധാരണ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. Next is bills receivable. Bills receivable is an asset which is shown under current asset. ഏത് ഹെഡിങ്ങിലാണ് കാണിക്കുന്നത്? ട്രേഡ് റിസീവബിൾസ് എന്നുള്ള ഹെഡിങ്ങിലാണ് ഇത് കാണിക്കേണ്ടത്. നെക്സ്റ്റ് ഐറ്റം റിസർവ് ആൻഡ് സർപ്ലസ്. റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിൻ്റെ ഒരു ഭാഗമാണ് റിസർവ് ആൻഡ് സർപ്ലസ്. ഷെയർ ക്യാപിറ്റൽ പോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാണ് എന്ത്? റിസർവ്സ് ആൻഡ് സർപ്ലസും. അപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് സാധാരണ വരുന്നത് ക്യാപിറ്റൽ റിസർവ്സും റവന്യൂ റിസർവ്സും പിന്നീട് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയ റിമൈനിങ് പ്രോഫിറ്റ് ഒക്കെയാണ് നമ്മൾ എവിടെ കാണിക്കാറുള്ളത്? റിസർവ് ആൻഡ് സർപ്ലസ്. ഇത് കൂടാതെ പുതിയ ഫോമാറ്റ് അനുസരിച്ച് നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എവിടെ അഡ്ജസ്റ്റ് ചെയ്യണം? റിസർവ് ആൻഡ് സർപ്ലസിൽ നിന്നും കുറയ്ക്കുകയാണ് വേണ്ടത്. ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതൊരു ട്രൂ അസറ്റ് ഒന്നുമല്ല, ഫേക്ക് അസറ്റാണ് യഥാർത്ഥത്തിൽ. ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത് കമ്പനി ഇൻകർ ചെയ്ത ഏതൊക്കെയോ എക്സ്പെൻസും ലോസസും ഒക്കെയാണ്. അത് പക്ഷെ നമുക്ക് ഈ കറണ്ട് അക്കൗണ്ടിങ് പീരീഡിൽ അത് ഇൻകർ ചെയ്ത സമയത്തുള്ള അക്കൗണ്ടിങ് പീരീഡിൽ നമുക്കത് റൈറ്റ് ഓഫ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ എന്തായിട്ട് കാണിക്കും? ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്നുള്ള ഹെഡിങ്ങിൽ കാണിക്കാറാണ്. അതായത് ഹൊറിസോണ്ടൽ ഫോമാറ്റ് ആയിരുന്നപ്പോൾ നമ്മൾ അസറ്റ് സൈഡിൽ എഴുതാറാണ് പതിവ്. പക്ഷേ ഇപ്പം പുതിയ ഫോമാറ്റ് കമ്പനീസ് ആക്ട് 2013 പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഫോമാറ്റ് അനുസരിച്ച് ഫിക്റ്റീഷ്യസ് അസറ്റ്സിനെ നമ്മൾ എവിടോട്ട് കൊണ്ടുവരണം? ലയബിലിറ്റി സൈഡിൽ റിസർവ് ആൻഡ് സർപ്ലസ് ഹെഡിങ്ങിൻ്റെ അടിയിൽ നിന്നും അവിടെ എന്തെങ്കിലും ഫിഗർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഫിക്റ്റീഷ്യസ് അസറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ റിസർവ് ആൻഡ് സർപ്ലസ് അത്രയും കണ്ട് കുറയുന്നതാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നീട് സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി വരും വർഷങ്ങളിൽ ഇത് റൈറ്റ് ഓഫ് ചെയ്ത് കളയാറാണ് പതിവ്. അങ്ങനെ ഇത് അസറ്റിൽ നിന്ന് പോവുകയും ചെയ്യും. അതാണ് റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ. പിന്നീട് ക്രെഡിറ്റേഴ്സ്. അതെവിടെ വരുന്നതാണ്? കറണ്ട് ലയബിലിറ്റിയിൽ ട്രേഡ് പേബിൾസ് എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ. നെക്സ്റ്റ് ഇസ് 15% ഡിബെഞ്ചേഴ്സ്. കമ്പനിക്ക് ഒരു ലോങ് ടേം ബോറോയിങ് കൂടിയുണ്ട്. മുന്നേ ഒരെണ്ണം നമ്മൾ പറഞ്ഞത് അൺസെക്യൂർഡ് ലോൺ. അതുകൂടാതെ ഒരു ലോങ് ടേം ബോറോയിങ് ഒരെണ്ണം കൂടെ ഉണ്ട്. 15% ഡിബെഞ്ചർ. എത്ര രൂപയുടെ ഡിബെഞ്ചറാണ് അവർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? 1,80,000 rupees. പിന്നീട് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, കറണ്ട് അസറ്റ്.
Now it's known as cash and cash equivalents. Next is accumulated depreciation. അതായത് ഏതോ ഫിക്സ്ഡ് അസറ്റിന് ഇതുവരെ ചാർജ് ചെയ്ത ഡിപ്രിസിയേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ. എത്ര രൂപയുടെ ഫിക്സ്ഡ് അസറ്റ് ഉണ്ടെന്ന് പറയുന്നത്, ഫിക്സ്ഡ് അസറ്റ് അറ്റ് കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. 10 ലക്ഷം രൂപയുടെ ഫിക്സ്ഡ് അസറ്റ് ആണ്. കോസ്റ്റ് പ്രൈസ് ആണ് 10 ലക്ഷം. അതിന് ഇതുവരെ എത്ര ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തു? 1 lakh rupee. അതാണ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ. അതായത് ഈ വർഷം അവസാനം 31st March എൻഡ് ആകുമ്പോഴത്തേക്കും ഈ അസറ്റിൻ്റെ വാല്യൂ എത്രയേ കാണുള്ളൂ? നെറ്റ് ബുക്ക് വാല്യൂ 10 lakh minus 1 lakh, that is 9 lakh rupee will be the net book value. കോസ്റ്റ് പ്രൈസ് ആണ് 10 lakh എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഇസ് ഇൻട്രസ്റ്റ് അക്രൂഡ് ആൻഡ് ഡ്യൂ ഓൺ 15% ഡിബെഞ്ചർ. അപ്പം ഇവർക്കൊരു ഡിബെഞ്ചർ ഉണ്ടെന്ന് നമ്മൾ മുമ്പേ കണ്ടില്ലായിരുന്നു. അതിന് 15% ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 15% ഇൻട്രസ്റ്റ് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിച്ചിട്ടുണ്ട്. 1,80,000 15% എന്ന് പറയുന്നത് എനിക്ക് 27,000 rupees എന്തോ വരും. അത് നമ്മൾ എവിടെ കാണിച്ചിട്ടുണ്ട്? അതാണ് നമ്മുടെ കറണ്ട് ഇയേഴ്സ് എക്സ്പെൻസ്. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഫിനാൻസ് കോസ്റ്റിൽ വരും. അതെന്ന് പറയുന്നത് 27,000 rupees ആണ്. അത് നമ്മൾ P&L കാണിച്ചിട്ടുണ്ട്. അതിവിടെ പറയുന്നില്ല. പിന്നീട് ഇവിടെ പറയുന്നത് എന്താണ്? അതിൽ 27,000 ആണ് 1 year ഇൻട്രസ്റ്റ്. പക്ഷേ കമ്പനി എത്ര രൂപ കൊടുത്തിട്ടില്ല? 20,000 ഇതുവരെയും കൊടുത്തിട്ടില്ല. ഇറ്റ് ഈസ് അക്രൂഡ്, ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് വിൽ ബി എ കറണ്ട് അസറ്റ്. അതൊരു കറണ്ട് അസറ്റ് ആയിരിക്കുമല്ലോ. സോറി, ഇറ്റ് വിൽ ബി എ കറണ്ട് ലയബിലിറ്റി. നമ്മൾ കൊടുക്കാനുള്ള ഒരു ബാധ്യതയാണ്. ഇറ്റ്സ് എ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കുക. കറണ്ട് ലയബിലിറ്റിയുടെ ഹെഡിങ്ങിൻ്റെ അടിയിൽ അതർ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുക്കില്ലേ, അവിടെയാണ് ഇതിനെ കാണിക്കേണ്ടത്. 20,000 rupees ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അടുത്ത അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ 20,000. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് മുന്നേ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു, ഫിക്റ്റീഷ്യസ് അസറ്റ്. അതുപോലെ ഒരു ഫിക്റ്റീഷ്യസ് അസറ്റാണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. ഫിക്റ്റീഷ്യസ് അസറ്റിന് ആയതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? റിസർവ് ആൻഡ് സർപ്ലസിൽ നിന്നും ഈ ഫിക്റ്റീഷ്യസ് അസറ്റ്സിനെ കുറയ്ക്കുകയാണ് വേണ്ടത്. 20,000 rupees കുറയ്ക്കണം. പിന്നീട് എന്താണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ? നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവും. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് അണ്ടർ റൈറ്റേഴ്സും കമ്പനിയും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. എഗ്രിമെൻറ്റിൽ എൻട്രി ചെയ്യും. അതായത് കമ്പനിയുടെ ഷെയർസ് ആര് സബ്സ്ക്രൈബ് ചെയ്തോളാന്ന്, പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ അണ്ടർ റൈറ്റേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തോളാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റ്. അതിനെയാണ് അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. അവരങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്ന, കമ്പനി കൊടുക്കുന്ന കമ്മീഷനാണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. അതിനെ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യാറുള്ളത്? ഫിക്റ്റീഷ്യസ് അസറ്റ് ആണെങ്കിൽ. അല്ലെങ്കിൽ അത് അതാത് വർഷം റൈറ്റ് ഓഫ് ചെയ്ത് പോകണ്ടേ. അത് ഏതെങ്കിലും കാരണവശാൽ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ ആ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആയിട്ട് കാണിക്കും. അത് പിന്നീട് വരുന്ന വർഷങ്ങളിൽ നമ്മളതിനെ റൈറ്റ് ഓഫ് ചെയ്ത് കളയുകയാണ് പതിവ്. ഓക്കെ. ഇനി എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം. പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2020 ആസ് പെർ ഷെഡ്യൂൾ 3 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റൊക്കെ അറിയാമല്ലോ. നമ്മൾ വെർട്ടിക്കൽ ഫോമാറ്റാണ് ഫോളോ ചെയ്യുന്നത്. ആദ്യം ഫോമാറ്റ് വരച്ചെടുക്കുക. ഹെഡിങ് കൊടുക്കേണ്ടത് എങ്ങനെയാണ്? സൺറൈസ് ലിമിറ്റഡ്സ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2020. ഓക്കെ. ഇനി ഫസ്റ്റ് ഐറ്റം എന്താണ്? ആദ്യം നമ്മൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ് അറേഞ്ച് ചെയ്യുന്നത്. അത് ഇത്രയും ടോട്ടൽ ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഏതിലോട്ട് പോകുന്നത്? അതർ സൈഡ്, അതായത് അസറ്റ് സൈഡിലോട്ട് പോകുന്നത്. സോ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി വിൽ ബി ഫോളോഡ് ബൈ അസറ്റ്. ആ രീതിയിലാണ് നമ്മൾ എഴുതി പോകുന്നത്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എഴുതാൻ നേരം ആദ്യം 4 ഹെഡിങ് ആണ് അതിൻ്റെ അണ്ടറിൽ വരുന്നത്. അത് ആദ്യം ഓർക്കുക. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയുടെ ഹെഡിങ്ങിൽ അണ്ടറിൽ 4 മെയിൻ ഹെഡിങ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ദെൻ കംസ് ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്, ദെൻ കംസ് നോൺ കറണ്ട് ലയബിലിറ്റി, പിന്നീട് കറണ്ട് ലയബിലിറ്റി. ഈ 4 ഹെഡിങ്സ് ആണ് വരുന്നത്. ഇതിൻ്റെ സബ് ഹെഡിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. നമ്മൾ മൂന്നാമത്തെ പ്രോബ്ലമാണ് ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് ഒരുവിധം ഐഡിയ കിട്ടി കാണും. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്ന ആരുടെയാണ്? ഷെയർ ഹോൾഡേഴ്സിൻ്റെയാണ്. അതായത് ഷെയർ ക്യാപിറ്റലും റിസർവ് ആൻഡ് സർപ്ലസും ആണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള 2 ഐറ്റം. പിന്നീട് ഇത് കൂടാതെ ഒരെണ്ണം കൂടെ ഉണ്ട്. അത് വളരെ റെയറായിട്ട് ക്വസ്റ്റ്യനിൽ തരാറുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ എഴുതാതിരുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഐറ്റം ഇല്ലതാണ്. മണി റിസീവ്ഡ് അഗെയിൻ ഷെയർ വാറൻസ് എന്ന് പറഞ്ഞൊരു ഐറ്റം. അതെന്താണെന്നൊക്കെ ലാസ്റ്റ് വീഡിയോസിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വായിച്ചാണ് 8 lakh rupees എന്ന്. അങ്ങ് എഴുതായിരുന്നു 8 lakh rupees എന്ന്. പക്ഷേ ഞാനവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ നോട്ട്സിലൊന്ന് കാണിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇത് ഉപയോഗിക്കുന്നവരുണ്ടല്ലോ, ഇതിൻ്റെ യൂസേഴ്സ്, അവർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ 8 lakh rupees കളക്ട് ചെയ്തതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? നോട്ട്സ് റെഫർ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതെങ്ങനെയാണ് കളക്ട് ചെയ്തത്. കാണിക്കാം എങ്ങനെയാണെന്ന്.
ഷെയർ ക്യാപിറ്റൽ എഴുതുമ്പം ആദ്യം ഓതറൈസ്ഡ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഓതറൈസ്ഡിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് ആ പാർട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ, ദെൻ കംസ് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ, അതും ഇവിടെ പറയുന്നില്ല. പിന്നീട് ഇഷ്യൂഡ് കഴിഞ്ഞ് സബ്സ്ക്രൈബും ക്ലിയർ ആയിട്ട് പറയുന്നില്ല. പിന്നീട് വന്നിട്ട് പെയ്ഡ് അപ്പ്, അതായത് ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്തത്, അതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ട്രയൽ ബാലൻസിൽ സാധാരണ വരാറുള്ളത്. പെയ്ഡ് അപ്പ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എങ്ങനെ എഴുതും? 8,000 ഷെയർസ് ഓഫ് റുപ്പീസ് 100 ഈച്ച്. അങ്ങനെയാണ് എത്ര ലക്ഷം രൂപ കളക്ട് ചെയ്ത് കിട്ടിയത്? 8 lakh റുപ്പീസ് ക്യാപിറ്റലായിട്ട് കളക്ട് ചെയ്ത് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് 8 lakh അവിടെ എഴുതാം. ബാലൻസ് ഷീറ്റിൽ 8 lakh റുപ്പീസ് കൊണ്ടെഴുതുക. വർക്കിംഗ് നോട്ട് 1, 8 lakh റുപ്പീസ് ഷെയർ ക്യാപിറ്റൽ. നെക്സ്റ്റ് ഐറ്റം റിസർവ് ആൻഡ് സർപ്ലസ്. റിസർവ് ആൻഡ് സർപ്ലസിൽ പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നുമില്ല. ആകെപ്പാട് റിസർവ് ആൻഡ് സർപ്ലസ് ഡയറക്ട്ലി തന്നിട്ടുണ്ട് ഇത്ര രൂപയെന്ന്. പിന്നീട് ഒരു അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, ഒരു ഫിക്റ്റീഷ്യസ് അസറ്റും തന്നിട്ടുള്ളത്. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ തന്നെ ഫിക്റ്റീഷ്യസ് അസറ്റ്. എനിവേ വി നീഡ് ടു ഡു ദാറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുക. വർക്കിംഗ് നോട്ട് 2 അല്ലേ കാണിക്കേണ്ടത്? വർക്കിംഗ് നോട്ട് 2. അവിടെ നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസ് എഴുതുക. റിസർവ് ആൻഡ് സർപ്ലസ് ട്രയൽ ബാലൻസ് തന്നിരുന്ന ഫിഗറാണ് 1,50,000 റുപ്പീസ്. അതിൽ നിന്നും ഒരു ഫിക്റ്റീഷ്യസ് അസറ്റ് തന്നിട്ടുണ്ടായിരുന്നു, അതായത് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. അതിനെ ഡിഡക്റ്റ് ചെയ്യുന്നു 20,000. അങ്ങനെ നമ്മുടെ റിസർവ് ആൻഡ് സർപ്ലസ് എത്രയായി കുറഞ്ഞു? 1,50,000 നിന്നും 1,30,000 ആയിട്ട് കുറഞ്ഞു. ഇതാണ് നമ്മുടെ ഫൈനൽ ഫിഗർ. ഇനി ഈ ഫിഗറിന് നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോവുക? ബാലൻസ് ഷീറ്റിലോട്ട് റെക്കോർഡ് ചെയ്യുക. ബാലൻസ് ഷീറ്റിൽ എന്ത് എഴുതുക? റിസർവ് ആൻഡ് സർപ്ലസ് 1,30,000 റുപ്പീസ്. എങ്ങനെ അറൈവ് ചെയ്തെന്ന് അറിയാമല്ലോ. ഓൾറെഡി അവിടെ 1,50,000 ഉണ്ടായിരുന്നു റിസർവ് ആൻഡ് സർപ്ലസ് ആയിട്ട്. അതിൽ നിന്നും ഫിക്റ്റീഷ്യസ് അസറ്റിന് നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഇപ്പം നമുക്ക് എത്രയേ ഉള്ളൂ റിസർവ് ആൻഡ് സർപ്ലസ് ആയിട്ട്? 1,30,000. നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നുള്ള അണ്ടറിലുള്ള ഐറ്റംസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് മെയിൻ ഐറ്റം ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്. ക്വസ്റ്റ്യനിൽ ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് ഇവിടെ ബ്ലാങ്ക് ഇടുക. പിന്നീട് നോൺ കറൻറ്റ് ലയബിലിറ്റി. നോൺ കറൻറ്റ് ലയബിലിറ്റിയുടെ എല്ലാ ഐറ്റവും ഒന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. എനിവേ നിങ്ങൾക്കൊന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ എല്ലാ ഐറ്റംസും ഒന്ന് എഴുതിയിട്ടുണ്ട്. നോൺ കറൻറ്റ് ലയബിലിറ്റി എഴുതിയിട്ട് തുടങ്ങുന്നത് ഏത് വെച്ചിട്ടാണ്? ലോങ് ടേം ബോറോയിങ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റെക്കോർഡ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് നോക്കിയപ്പം 2 ലോങ് ടേം ലയബിലിറ്റീസ് നമ്മൾ കണ്ടെത്തിയായിരുന്നു. വൺ ഇസ് അൺസെക്യൂർഡ് ലോൺ ഫ്രം സബ്സിഡറീസ്, അനദർ വൺ ഇസ് 15% ഡിബെഞ്ചേഴ്സ്. ഈ 2 ലോങ് ടേം ബോറോയിങ്സ് ഉണ്ട്. അതിന് നമുക്ക് എന്തായാലും വർക്കിംഗ് ചെയ്തേ പറ്റുകയുള്ളൂ ഇവിടെ. പിന്നീട് വരുന്നതാണ് ലോങ് ടേം ലയബിലിറ്റിയിൽ വരുന്നതാണ്, നോൺ കറൻറ്റ് ലയബിലിറ്റിയിൽ വരുന്നതാണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. ദെൻ കംസ് അതർ നോൺ കറൻറ്റ് ലയബിലിറ്റീസ്. ദെൻ കംസ് ലോങ് ടേം പ്രൊവിഷൻ. ലോങ് ടേം പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് PF പെൻഷൻ സ്കീമും ഒക്കെയാണ് ലോങ് ടേം പ്രൊവിഷനിൽ വരുന്നത്. ഓക്കെ, ഈ മറ്റൊരു ഇൻഫർമേഷനും ഇതിനെക്കുറിച്ചൊന്നും ഇല്ല. ഏത് മാത്രമേ ഉള്ളൂ? ലോങ് ടേം ബോറോയിങ്സ്. ഇപ്പം നിങ്ങൾ ചെയ്യുമ്പം ലോങ് ടേം ബോറോയിങ്സ് മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം കാണിച്ചാൽ മതി. ഇത് 1 by 1 ആയിട്ട് കാണിക്കേണ്ട കാര്യമില്ല, കാരണം ഇതിനൊന്നും ഇൻഫർമേഷനില്ലല്ലോ നമ്മുടെ ക്വസ്റ്റ്യനിൽ. ഞാൻ പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് 1 by 1 ആയിട്ട് ഇവിടെ കാണിച്ചത്. അപ്പം നമുക്ക് ലോങ് ടേം ബോറോയിങ്സിൻ്റെ വർക്കിംഗ് ചെയ്യാം. ലോങ് ടേം ബോറോയിങ്സിൽ 2 ഐറ്റംസ് ആണുള്ളത്. ഏതൊക്കെയാണ്? 15% ഡിബെഞ്ചർ എമൗണ്ടിങ് ടു 1,80,000 റുപ്പീസ് ആൻഡ് അൺസെക്യൂർഡ് ലോൺ ഫ്രം സബ്സിഡറീസ് 1,20,000. അങ്ങനെ ടോട്ടൽ ബോറോയിങ്സ് എത്രയാണ്? ലോങ് ടേം ബോറോയിങ്സ് കെയിം ടു 3 lakh റുപ്പീസ്. ഇനി ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് കൊണ്ടുപോയി 3 lakh റുപ്പീസിനെ. ലോങ് ടേം ബോറോയിങ്സ് നോട്ട് നമ്പർ 3 ആണ്. എത്ര എഴുതുക? 3 lakh. നമ്മളിപ്പോൾ കണ്ടെത്തിയ 3 lakh റുപ്പീസ്. വേറെ ഒരു നോൺ കറൻറ്റ് ലയബിലിറ്റിയും ഈ ക്വസ്റ്റ്യനിലില്ല. ഇനി നമുക്ക് കറൻറ്റ് ലയബിലിറ്റിയിലോട്ട് പോവാം. കറൻറ്റ് ലയബിലിറ്റി എന്നുള്ള ഹെഡിങ് കൊടുക്കുക. അതിൻ്റെ അടിയിൽ സാധാരണ വരുന്നത് എങ്ങനെയാണ് തുടങ്ങുന്നത്? ഷോർട്ട് ടേം ബോറോയിങ്സ്, ദെൻ കംസ് ട്രേഡ് പേബിൾസ്, ദെൻ കംസ് അതർ കറൻറ്റ് ലയബിലിറ്റീസ് ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ഷോർട്ട് ടേം പ്രൊവിഷൻ. ഇനി 1 by 1 ആയിട്ട് നോക്കാം. ഓരോന്നുണ്ടോ എന്ന് നോക്കാം. ആദ്യം ഷോർട്ട് ടേം ബോറോയിങ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ ഒന്നും തന്നെയില്ല ഷോർട്ട് ടേം ബോറോയിങ്സ്. അങ്ങനെ ബ്ലാങ്കറ്റ്. പിന്നെ അടുത്തത് ട്രേഡ് പേബിൾസ്. ട്രേഡ് പേബിൾസ് ഇവിടെ ഉണ്ട്. ഏത് മാത്രമേ തന്നിട്ടുള്ളൂ? ക്രെഡിറ്റേഴ്സ്. എനിവേ ഞാൻ അതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ട്രേഡ് പേബിൾസ് ക്രെഡിറ്റേഴ്സ് എന്ന് എഴുതി കാണിച്ചു. 50,000 ചെയ്തില്ലായിരുന്നെങ്കിലും ഒന്നുമില്ലായിരുന്നു, കാരണം പ്രത്യേകിച്ച് അഡീഷനും സബ്ട്രാക്ഷനും ഒന്നും വരുന്നില്ലല്ലോ. ട്രേഡ് പേബിൾസ് ബോത്ത് നോട്ട് 50,000. ഇനി അടുത്തത് അതർ കറൻറ്റ് ലയബിലിറ്റീസ്. അതർ കറൻറ്റ് ലയബിലിറ്റിയിൽ സാധാരണ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളൊക്കെയാണ് എഴുതാറുള്ളത്. ഈ ക്വസ്റ്റ്യനിൽ ഒരെണ്ണം ഉണ്ട്. ഏതാണ്? ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് അക്രൂഡായി കിടപ്പുണ്ട്, അതായത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ട് 20,000 റുപ്പീസ്. അപ്പം അത് മാത്രമേ ഉള്ളൂ. എനിവേ അതാണ് അതർ കറൻറ്റ് ലയബിലിറ്റിയിൽ നിന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് വർക്കിംഗ് ഒന്ന് ചെയ്യാം. അതർ കറൻറ്റ് ലയബിലിറ്റിയിൽ ഏതാണ് വരുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്. അത് ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസ് ഡയറക്ട്ലി തന്നിട്ടുണ്ട് 20,000 റുപ്പീസ്. അപ്പോൾ അത് തന്നെ ബാലൻസ് ഷീറ്റിലോട്ടും കൊണ്ടുവരിക. അതർ കറൻറ്റ് ലയബിലിറ്റി
നോട്ട് നമ്പർ 5 എമൗണ്ടിങ് ടു 20,000 rupees. ഇതാണ് ഇൻട്രസ്റ്റ് അക്രൂഡ് ആണ്. ഇനി അടുത്തത് ഷോർട്ട് ടേം പ്രൊവിഷൻ ഉണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറഞ്ഞൊരു ഐറ്റം കണ്ടായിരുന്നല്ലോ. അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു ഇറ്റ്സ് എ ഷോർട്ട് ടേം പ്രൊവിഷൻ. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എനിക്ക് നമുക്കതൊന്ന് കാണിച്ചേക്കാം. വർക്കിംഗിൽ ഷോർട്ട് ടേം പ്രൊവിഷൻ ഏതാണ്? പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. എത്ര രൂപയാണ്? 40,000 rupees. അങ്ങനെ അതും നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് കൊണ്ടുവന്നു. ഷോർട്ട് ടേം പ്രൊവിഷൻ. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്ത്, ഏതാണ്? ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി സൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. ഇത്രയും വന്നപ്പോൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി സൈഡ് കിട്ടി. ഇനി ആഡ് ചെയ്തെടുക്കുക. 8 lakh plus 1,30,000 plus 3 lakh plus 50,000 plus 20,000 plus 40,000. അങ്ങനെ ടോട്ടൽ എത്ര വന്നു? 13,40,000 rupees ആണ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൻ്റെ ടോട്ടൽ. ഇനി ഇതേ സെയിം ഫിഗർ തന്നെ കിട്ടണം ഏത് സൈഡിൽ? അസറ്റ് സൈഡിൽ. ഇനിയിപ്പോൾ നമുക്ക് അസറ്റ് സൈഡ് 1 by 1 ആയിട്ട് എഴുതി തുടങ്ങാം. അസറ്റ് സൈഡിൽ അസറ്റ് എന്ന് എഴുതും ആദ്യം, പിന്നീട് നോൺ കറണ്ട് അസറ്റ്. 2 മെയിൻ ഹെഡിങ്ങേ ഉള്ളൂ. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി 4 മെയിൻ ഹെഡിങ് ആയിരുന്നു. അതായത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്, നോൺ കറണ്ട് ലയബിലിറ്റി, കറണ്ട് ലയബിലിറ്റി. അതുപോലെ അസറ്റ് സൈഡിൽ 4 എണ്ണം ഒന്നുമില്ല, 2 എണ്ണേ ഉള്ളൂ. ഏതൊക്കെയാണ്? നോൺ കറണ്ട് അസറ്റും കറണ്ട് അസറ്റും. പക്ഷേ നോൺ കറണ്ട് അസറ്റിനെ നമ്മൾ കുറച്ചും കൂടെ സബ് ഡിവൈഡ് ചെയ്ത് എഴുതാറുണ്ട്. നോൺ കറണ്ട് അസറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട് ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും. ഈ ക്വസ്റ്റനിൽ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ട്രയൽ ബാലൻസിലൊന്നും കാണാത്തത് കൊണ്ടാണ് ഇവിടെ എഴുതാതിരുന്നത് കേട്ടോ. ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി അങ്ങ് തന്നിരിക്കുമായിരുന്നു. അപ്പോൾ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നിരുന്നത്? 10 lakh എന്നാണ് തന്നിരുന്നത്. 10 lakh എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ആണ്. സാധാരണ ബാലൻസ് ഷീറ്റ് നമ്മൾ കോസ്റ്റ് പ്രൈസ് അല്ല കാണിക്കാറുള്ളത്. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിത് പർച്ചേസ് ചെയ്ത സമയത്തുള്ള പ്രൈസ്. ഇത് എന്തെങ്കിലും പർച്ചേസ് ചെയ്ത അസറ്റ് ആവാം. അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എടുത്ത് നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. നമ്മൾ ഏത് വാല്യൂ എപ്പോഴും കാണിക്കുന്നത്? കോസ്റ്റ് പ്രൈസിൽ നിന്നും ഡിപ്രിസിയേഷൻ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് ബുക്ക് വാല്യൂ ആണ് നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റിൽ കാണിക്കാറുള്ളത്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം, വർക്കിംഗ് നോട്ട് ചെയ്യണം. ഫിക്സ്ഡ് അസറ്റിൻ്റെ വർക്കിംഗ് നോട്ട് എന്ന് പറയുന്നത് ഫിക്സ്ഡ് അസറ്റ് 10 lakh എന്ന ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് കോസ്റ്റ് പ്രൈസ്. അതിൽ നിന്നും അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഡിഡക്റ്റ് ചെയ്തു. ഇവിടെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷനാണ്, ഞാൻ എഴുതാൻ മറന്നുപോയതാണ്. 1 lakh ഡിഡക്റ്റ് ചെയ്തപ്പോൾ എത്ര വന്നു? 9 lakh rupees ആണ് ഫിക്സ്ഡ് അസറ്റിൻ്റെ നെറ്റ് ബുക്ക് വാല്യൂ. അതും റെക്കോർഡ് ചെയ്ത് നോക്കി. നോട്ട് നമ്പർ 7 ഫിക്സ്ഡ് അസറ്റിൻ്റെ നെറ്റ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 9 lakh rupees. ഇനി അടുത്തത് എന്താ? ഫിക്സ്ഡ് അസറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതാറുള്ളത് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ടായിരുന്നല്ലോ, അത് നമ്മൾ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉൾപ്പെടുത്തി 1 lakh. പിന്നീട് വരാറുള്ളത് ഫിക്സ്ഡ് അസറ്റ്, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ കംസ് ഡെഫേർഡ് ടാക്സ് അസറ്റ്, ദെൻ ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്. അതൊന്നും ഈ ക്വസ്റ്റ്യനിലില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പഠിക്കാൻ വേണ്ടി എഴുതിയിരുന്നേ ഉള്ളൂ കേട്ടോ. പഠിച്ചു വെച്ചേക്കുക ഏതൊക്കെയാണ് നോൺ കറണ്ട് അസറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. ഫിക്സ്ഡ് അസറ്റ് വരും. അതിന് നമുക്ക് വേണമെങ്കിൽ ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ എന്നൊരു ക്ലാസിഫിക്കേഷൻ കൊടുക്കാറുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ക്വസ്റ്റനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ മെൻഷൻ ചെയ്യാതിരുന്നത്. അതിനുശേഷം ഫിക്സ്ഡ് അസറ്റ് കഴിഞ്ഞിട്ട് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, അത് കഴിഞ്ഞ് ഡെഫേർഡ് ടാക്സ് അസറ്റ്, പിന്നീട് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. നോൺ കറണ്ട് അസറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഏതിലോട്ട് പോവാം? കറണ്ട് അസറ്റ്. പിന്നെ അത് നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട്. ഇനി അടുത്തത് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിൽ വരുന്നതാണ് ഓർഡർ ഇങ്ങനെയാണ് പോകുന്നത്. ആദ്യം കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ ഇൻവെൻട്രീസ്, ട്രേഡ് റിസീവബിൾ, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, അതർ കറണ്ട് അസറ്റ്. ഇത്രയാണ് സാധാരണ കറണ്ട് അസറ്റിൻ്റെ അണ്ടറിൽ വരാറുള്ളത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റനിലുള്ള ഏതാണെന്ന് വെച്ചാൽ അത് മാത്രം എഴുതിയാൽ മതി. എല്ലാം എടുത്ത് എഴുതണമെന്നൊന്നുമില്ല. ഫസ്റ്റ് കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ക്വസ്റ്റനിൽ ഒരു കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ഇല്ലായിരുന്നു. പിന്നീട് ഇൻവെൻട്രീസ് ക്വസ്റ്റനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടായിരുന്നു. അതിന് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല, അത് കോപ്പി ചെയ്യാം. 1,80,000 rupeesൻ്റെ ഇൻവെൻട്രീസ്. പിന്നീട് ട്രേഡ് റിസീവബിൾ, അതായത് ബിൽ റിസീവബിൾ എന്ന് പറഞ്ഞൊരു ഐറ്റം തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ജസ്റ്റ് വർക്കിംഗ് ഒന്ന് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, അതിൽ ഞാൻ ഒരു ഐറ്റം ഉണ്ടായതുകൊണ്ടാണ് വർക്കിംഗ് ട്രേഡ് റിസീവബിൾ കാണിച്ചിട്ടുണ്ട്. ട്രേഡ് റിസീവബിളിൻ്റെ അടിയിൽ ബിൽ റിസീവബിൾ എന്ന് പറഞ്ഞ ഒരേ ഒരു ഐറ്റമേ ഉള്ളൂ, 1 lakh rupees. അതും നമ്മൾ നമ്പർ കൊടുത്തിട്ട് എഴുതി. പിന്നീട് ക്യാഷ് ഇക്വലൻസ് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നും ഇല്ല. ക്വസ്റ്റനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് 60,000 rupees. പിന്നീട് അതർ കറണ്ട് അസറ്റ് ഒന്നും തന്നെ ഇല്ല. പിന്നെ നോൺ കറണ്ട് അസറ്റും കറണ്ട് അസറ്റും കൂടെ ആഡ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? നോൺ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വരും 9 lakh plus 1 lakh plus 1,80,000 plus 1 lakh plus 60,000. That's equal to 13,40,000. ഡെബിറ്റ് സൈഡും അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ഈക്വൽ ആയല്ലോ. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് ഫിനിഷ് ചെയ്തു.
പിന്നീട് ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറയാമേ. ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്ന ഐറ്റം എഴുതിയിട്ട് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഇൻടാഞ്ചിബിളും ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും. പിന്നീട് നമ്മൾ എഴുതാറുണ്ട് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്സും ഇൻടാഞ്ചിബിൾ അസറ്റ് ഓൺ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതും കൂടെ ഒക്കെ വരും കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇത്രയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ. ഇനി തന്നെ ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഫോമാറ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കണം. ഒരു ഓർഡറിലങ്ങ് പോകണം, അല്ലാതെ നിങ്ങൾ കാണുന്ന എടുത്ത് അവിടെ ഇവിടെ എഴുതിയല്ല ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. 2013 കമ്പനീസ് ആക്ട് 2013 പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഫോമാറ്റ് ആണെങ്കിൽ ആ രീതിയിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, അസറ്റ് സൈഡിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് ആ ഓർഡറിൽ തന്നെ പോകണം. ലയബിലിറ്റി സൈഡിൽ വരുന്നതും ആ കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതി പോകണം. That's all. Thank you.